പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുവാനിരിക്കുകയാണ്. നാളെ മുതലാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത്. 3200 രൂപ വീതം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും. പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള 1850 കോടി രൂപ സർക്കാർ അനുവദിച്ചു. നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകുവാനാണ് തീരുമാനം. ശേഷിക്കുന്ന 2 ഗഡുക്കൾ ഇതേ തുടർച്ചയായി വിതരണം ചെയ്യുവാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 1 ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നാളെ മുതൽ പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. ഇതിനായി 1800 കോടിയോളം രൂപ വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ 1 ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. 5 ഗഡുക്കളാണ് കുടിശ്ശികയായത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഇതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു. ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 1 ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് അതത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.